സർ, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആധാർ കാർഡിനെ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് കാണാം എന്നുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം എടുക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകൾ വളരെ വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലുള്ള ഒരു ദുഷ്ടലാക്കിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇതിപ്പോ പുതിയ സംഭവവികാസം ബീഹാറിലാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി. നമുക്കറിയാം, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇതിനു മുമ്പ് വോട്ടർ പട്ടികയുടെ സമഗ്രമായ പരിഷ്കരണം നടന്നത് 2003-ലാണ്. 2003-ന് ശേഷം വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ച പലരും യഥാർത്ഥത്തിൽ അതിന് അവകാശമുള്ളവരാണോ എന്ന സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. 2-3 കാരണങ്ങൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചില പ്രദേശങ്ങളില് 100 പേര് താമസമുണ്ടെങ്കിൽ അവിടെ 110, 115 ആധാറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ വ്യാജമായ ആധാറുകൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി അത് നമ്മൾ കേരളത്തിൽ പോലും കണ്ടിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും മറ്റും അത്തരത്തിലുള്ള റാക്കറ്റുകളെ പിടികൂടിയത് ഏറെ പഴക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഈ അതിർത്തി സംസ്ഥാനങ്ങൾ ബീഹാർ, ത്രിപുര, ആസാം, മണിപ്പൂര്, അതുപോലുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ബംഗാള്, അവിടെയൊക്കെ വിദേശത്ത് നിന്ന് ആളുകള് നാട്ടിലേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും അവര് നമ്മുടെ സംവിധാനത്തിന്റെ പാകപ്പിഴകൾ കൊണ്ട് റേഷൻ കാർഡുകൾ ഉണ്ടാക്കുകയും വോട്ടർ പട്ടികയിൽ കടന്നു വരികയും ആധാർ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി വ്യാപകമായുണ്ട്. റോഹിംഗ്യൻസിന്റെ കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇതുപോലെ തന്നെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള വിദേശികളാണ് അവരെ പിടിച്ച് പുറത്താക്കണം എന്ന് സുപ്രീം കോടതി പോലും പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ആസാമിൽ പണ്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം. ഓൾ ആസാം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ, പ്രഫുല്ല മൊഹന്തയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന വലിയ മാസങ്ങൾ നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അന്ന് അതിനെ അവരെ പ്രേരിപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനിയന്ത്രിതമായ നുഴഞ്ഞുകയറ്റമാണ്. അവര് ത്രിപുരയിലേക്കും ആസാമിലേക്കും ഒക്കെ വന്നിട്ട് ഭൂമി കൈയടക്കുന്നു, ജോലി കൈയടക്കുന്നു, അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ കയറിക്കൂടുന്നു. ആ പ്രക്ഷോഭം അവസാനം കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി അക്കോർഡ് അല്ലെങ്കിൽ ആസാം അക്കോർഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയതും വിദേശികളെ പുറത്താക്കണം എന്ന് ധാരണയുണ്ടാക്കിയതും സുപ്രീം കോടതിയും ആ തീരുമാനത്തെ ശരിവെച്ചതും അതിനുശേഷം അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിൽക്കാലത്ത് മണിപ്പൂരിൽ വലിയ കലാപം നടന്നു, നമുക്കൊക്കെ അറിയാം. ആ കലാപത്തിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ പലപ്പോഴും കണ്ടെത്തിയത് വിദേശത്ത് നിന്ന് വന്നവരുടെ റോളാണ്. അവരുടെ കച്ചവട താല്പര്യങ്ങൾ, അവരുടെ മറ്റു താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. മ്യാൻമാറിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. ത്രിപുരയിലും ഇത്തരം സമാനമായ പ്രശ്നങ്ങൾ അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ ബംഗ്ലാദേശികളുടെ അനധികൃതമായ നുഴഞ്ഞുകയറ്റം വ്യാപകമായിട്ടുണ്ടായിരുന്നു. ബംഗാള് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംസ്ഥാനമാണ്. പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, പണ്ട് കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ മമതാ ബാനർജി ബംഗാളിലെ അനധികൃത നുഴഞ്ഞുകയറ്റത്തെ ശക്തമായിട്ട് അപലപിച്ചിരുന്നു. അവരെ പുറത്താക്കണമെന്ന് മമതാ ബാനർജി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം പോലും ഇന്നിപ്പോ പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, മാർക്സിസ്റ്റ് ഗവൺമെന്റ് ഈ അതിർത്തി ജില്ലകളില് ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്ന മതന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായിട്ട് കാണാനാണ് ശ്രമിച്ചത്. അവരെ സംരക്ഷിച്ചു, അവർക്ക് അവിടെ താമസ സൗകര്യം നൽകി, അവരെ കടന്നു വരാൻ അനുവദിച്ചു, അവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് രാജ്യത്ത്. നമ്മൾ ഭീകരവാദത്തിനെതിരായിട്ടൊക്കെ വലിയ ബഹളവുമായിട്ട് രംഗത്ത് വരുമ്പോ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേടി രംഗമാണ് നാർക്കോട്ടിക് ഡീല്. പലപ്പോഴും
ഇതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നത് ഇത്തരത്തില് വിദേശത്തു നിന്ന് കയറി വന്നവരാണ്, അനധികൃതമായിട്ട് കയറി വന്നവരാണ് എന്നൊരു വിലയിരുത്തൽ പൊതുവെ അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സർക്കാരുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബീഹാറിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി. കാരണം ബീഹാർ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പൊ നിശ്ചയിച്ചത് 2003 അവസാനത്തെ വോട്ടർ റോളിന്റെ റിവിഷൻ നടന്നത്. അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് സമ്പാദിച്ചവർ അല്ലെങ്കിൽ പേര് ഉണ്ടായവര് അവരുടെ വീടുകളിലെത്തി അവരൊരു രേഖ കൊടുക്കും, അവരൊരു ഫോം കൊടുക്കണം, സത്യവാങ്മൂലം പോലെ കൊടുക്കണം, ഫിൽ ചെയ്ത് കൊടുക്കണം. അതിനൊപ്പം അവര് ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ കൊടുക്കും. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആര് ജനിച്ചാലും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് സ്കൂളിൽ ചേർക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പഴയ കാലത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് കാണിച്ചു കൊടുക്കണം എന്ന നിഷ്കർഷയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അതിനെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റു കക്ഷികളും വ്യാപകമായിട്ട് ശക്തമായിട്ട് എതിർത്തത്. ഇവരുടെ ഒരു വോട്ട് ബാങ്ക് ആണ് വിദേശികൾ എന്ന് വന്നാൽ അത് എന്തൊരു രാഷ്ട്രീയമാണ്. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ച് പിന്തുണ സമ്പാദിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് പകരം വിദേശികളെ ആശ്രയിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗതികേടല്ലേ അവരുടെ? അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ അവസ്ഥയല്ലേ? അതാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഗൗരവത്തിലെടുത്തത്. ഒരു സമഗ്രമായ വോട്ടേഴ്സ് ലിസ്റ്റ് റിവിഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധം നടന്നു. കോൺഗ്രസുകാരും രാഹുൽ ഗാന്ധിയൊക്കെ പ്രസ്താവനകൾ ഇറക്കി. ഈ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന വക്കീലന്മാരുടെ ഒരു പ്രഗത്ഭ വക്കീലന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഇന്നലെ സുപ്രീം കോടതിയിൽ എത്തിയത് നമ്മൾ കണ്ടു. കപിൽ സിബല്, മനു അഭിഷേക് സിംഗ്വി, അങ്ങനെ എല്ലാവരും. അവർക്കൊക്കെ ആവശ്യം വോട്ടർ പട്ടികയുടെ പരിശോധന നടത്തിക്കൂടാ. നിലവിൽ വോട്ടർ പട്ടികയിലുള്ളവരെ മുഴുവൻ വോട്ട് ചെയ്യിക്കണം, അതിൽ വിദേശികളാണെങ്കിലും അല്ലെങ്കിലും. ഇങ്ങനെ ഒരു സമീപനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും നേതാക്കന്മാർക്കോ സ്വീകരിക്കാൻ കഴിയുമോ? അതാണ് സുപ്രീം കോടതി കണ്ടത്. ഇപ്പോൾ നടക്കുന്ന പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ സുപ്രീം കോടതി അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിൽ കാര്യമായ തെറ്റുകളില്ല, പക്ഷെ പോരായ്മകളുണ്ടെങ്കിൽ കോടതി ചൂണ്ടിക്കാണിക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ വളരെ ഭാവാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഹിതത്തിന് അനുസൃതമായ നിരീക്ഷണങ്ങളും തീരുമാനം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എന്റെയൊക്കെ മനസ്സിൽ എന്നെയൊക്കെ അലട്ടുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഈ ഇത്തരത്തിലുള്ള നിലപാടുകളാണ്. രാജ്യം എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായാലും നല്ല ബുദ്ധിയോടുകൂടി നല്ല ലക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ എല്ലാ ഹീനമാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരു ശൈലി അവലംബിച്ചിട്ടുണ്ട്, കുറെ വർഷങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പോലും ഈ കോൺഗ്രസുകാരെടുത്ത നിലപാടെന്താ? ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലല്ല എന്ന് വരെ സുപ്രീം കോടതി പോയി സത്യവാങ്മൂലം കൊടുക്കാൻ ഈ കോൺഗ്രസുകാരായ വക്കീലന്മാർ തയ്യാറായത് നമ്മൾ കണ്ടില്ലേ? ആരുടെയൊക്കെ നാവുകളായിട്ടാണ് അവർ സുപ്രീം കോടതിയിൽ പ്രവർത്തിച്ചത്? അതേ വക്കീലന്മാരാണ് ഇന്നിപ്പോ ഹാജരാകുന്നത്. അതുപോലെ CAA കൊണ്ടുവന്നപ്പോ പഴയ ഇന്ത്യയുടെ ഭാഗമായിരുന്ന, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിൽ നിന്നും മറ്റുമുള്ള ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അവിടുത്തെ ഇന്നത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കാനുള്ള ഒരു മോഡി ഗവൺമെന്റിന്റെ സതുദ്യമത്തെ അല്ലേ അവർ ചോദ്യം ചെയ്തത്? അത് കോടതി തള്ളിക്കളഞ്ഞില്ലേ? ആർട്ടിക്കിൾ 370 ഇന്ത്യക്കുള്ളിൽ മറ്റൊരു രാജ്യം, ഇന്ത്യക്കുള്ളിൽ മറ്റൊരു ദേശീയ പതാക എന്നൊക്കെ ഉള്ള ആശയങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാലത്ത് ജനസംഘം തുടങ്ങിയ ഒരു പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. അതിനെതിരെ ഇവർ കോടതി പോയില്ലേ? അംബേദ്കർ പോലും പറഞ്ഞു വന്നു 370 അനുച്ഛേദം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതൊരു താൽക്കാലിക സംവിധാനമാണ്, പിന്നീട് അത് ഇല്ലാതാവേണ്ടതാണെന്ന് പറഞ്ഞു. പക്ഷെ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇന്നും അത് നിലനിർത്തണമെന്ന്. അതും സുപ്രീം കോടതി തള്ളി. സെൻട്രൽ വിസ്റ്റ വേറൊരു ഉദാഹരണമാണ്.
ഡൽഹിയില് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ മോഡി ഗവൺമെന്റ് തയ്യാറായപ്പോ നിലവിലുണ്ടായിരുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ അപര്യാപ്തതകളുണ്ട്, പല പല സർക്കാർ ഓഫീസുകളിലും വാടക കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്ന പ്രശ്നമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തിട്ട് രാജ്യത്തിന് സ്വന്തമായി ശക്തമായ ഒരു 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 പാർലമെന്റ് വേണം, മന്ദിരം വേണം, അതേപോലെ തന്നെ ഓഫീസുകൾക്ക് പ്രവർത്തിക്കാൻ സെൻട്രൽ വിസ്റ്റ പോലുള്ള ഓഫീസ് മന്ദിരങ്ങൾ വേണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് എന്തെല്ലാം കുൽസിത നീക്കങ്ങളാണ് കോടതിയിൽ പോയി ഇവർ നടത്തിയത്. നോട്ട് റദ്ദാക്കല്, അതുപോലെ CBIക്ക് എതിരായിട്ട് ഒക്കെ ഇവർ കോടതി പോയത് നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ PMLA ഭേദഗതി, മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണക്കാരന് പിടികൂടാനായിട്ട് EDയും മറ്റും മുന്നിട്ടിറങ്ങുമ്പോ കള്ളപ്പണക്കാരന്റെ സഹായികളായിട്ട് കോടതി പോയതാരാ? ഇതേ വക്കീലന്മാരും ഇതേ പാർട്ടികളും തന്നെയല്ലേ. അപ്പൊ മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രാജ്യ താല്പര്യത്തിന് അനുസൃതമായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു സമീപനം ഇവർക്കുണ്ടായിരുന്നു. അതിനെ വളഞ്ഞ വഴിയിലൂടെ ആക്രമിക്കുന്ന രീതി ഇവർക്കുണ്ടായിരുന്നു. അതിനൊക്കെ ഇവർ കോടതി പോയി. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. റഫാല്, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യയുടെ ആത്മാഭിമാനം രക്ഷിച്ചത് ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിയ റഫാൽ വിമാനങ്ങളല്ലേ. ഇന്ത്യ റഫാൽ വിമാനം വാങ്ങാൻ പോയപ്പോ അതിനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ ഈ രാഹുൽ ഗാന്ധി കൂട്ടരും ഇന്ത്യയിൽ നടത്തി. റഫാല് ഇന്ത്യക്ക് സ്വന്തമായാൽ ആശങ്കപ്പെടേണ്ടത് ആരാ? കോൺഗ്രസുകാരല്ലല്ലോ, നമ്മുടെ ശത്രു രാജ്യങ്ങളല്ലേ, പാകിസ്ഥാനും ചൈനയും ഒക്കെ അല്ലേ. അപ്പൊ പാകിസ്ഥാന്റെയും ചൈനയുടെയും ആശങ്ക എന്തിന് കോൺഗ്രസുകാരുടെ മനസ്സിലെത്തണം? അന്ന് റഫാൽ വാങ്ങുന്നതിനായിട്ട് ഇവർ കോടതി പോയത് നമ്മൾ എത്ര തവണ കണ്ടു. അവിടെയും സുപ്രീം കോടതി സർക്കാരിന്റെ നിലപാടുകളെ ശരിവെച്ചു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന് തക്ക മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. അതുപോലെ എല്ലാ വേളയിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് അനുസരിച്ചാത്ത സമീപനം പ്രതിപക്ഷം കൈക്കൊള്ളുന്നുണ്ട്. അതിന്റെ ഒരു അവസാനത്തെ അധ്യായമായിട്ട് മാത്രമേ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിശോധനയെ കാണേണ്ടതുള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിലയിരുത്തുന്നത്. അത് സുപ്രീം കോടതിയും ശരിവെച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഇന്നലെ കിട്ടിയത് കനത്ത പ്രഹരമാണ്, കനത്ത താക്കീതുമാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും രാജ്യ താല്പര്യത്തിന് അനുസൃതമാണ്. രാജ്യം നേരായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നേരായ ദിശയിലുള്ളതാണ് എന്ന് അത്യുന്നത നീതിപീഠം പ്രസ്താവിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. യെസ്, അതാണ്. എന്തായാലും ഈ വർഷം അവസാനം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ അത് പ്രതിപക്ഷത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കനത്ത പ്രഹരമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി നൽകിയ ഒരു താക്കീതായിട്ടൊക്കെ വേണം നമുക്കതിനെ കാണാം. പ്രതിപക്ഷം ഈ പറയുന്നത് പോലെ കണ്ണിൽ കണ്ട ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് കയറി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരവകാശം ഇനി അങ്ങോട്ടില്ല എന്നുള്ളത് തന്നെ സുപ്രീം കോടതി ബീഹാർ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ തുറന്നു പറയുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ് സർ.